സക്സസ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയർ ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ നാവികസേന 270 കോടി രൂപ മുതൽ മുടക്കിൽ 6MW മറൈൻ ഡീസൽ എഞ്ചിൻ വികസിപ്പിക്കാൻ ഏത് കമ്പനിയുമായാണ് പ്രൊജക്ട് സാങ്ഷൻ ഓർഡറിൽ ഒപ്പുവെച്ചത്? കിർലോസ്കർ ഓയിൽ എഞ്ചിൻ ലിമിറ്റഡ്. നീതി ആയോഗ് പുറത്തിറക്കിയ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2025-ൽ 67.8 സ്കോറോടെ ഒന്നാം റാങ്ക് നേടിയ സംസ്ഥാനം ഏത്? ഒഡീഷ. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പുതിയ ചെയർപേഴ്സണായി നിയമിച്ചതാരെ? ശിവസുബ്രഹ്മണ്യൻ രാമൻ. മുംബൈയിൽ നടക്കുന്ന വേവ്സ് 2025-ൽ പങ്കാളിയായി ക്ഷണിച്ച രാജ്യം ചിലി. 1995-ലെ വഖഫ് നിയമത്തിലെ ഏത് വകുപ്പാണ് 2025-ലെ വഖഫ് ബില്ലിൽ നീക്കം ചെയ്തത്? സെക്ഷൻ 40. ഇന്ത്യയിലെ കുടിയേറ്റവും വിദേശികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിയന്ത്രിക്കുന്നതിനായി അടുത്തിടെ രാജ്യസഭ പാസാക്കിയ ബിൽ ഏത്? ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025. 2025-ൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിച്ചതാരെ? ഡോക്ടർ പൂനം ഗുപ്ത. 2025-ലെ ICC മെൻസ് T20I റാങ്കിങ്ങിൽ ഒന്നാം റാങ്കിലുള്ള ബൗളർ ആര്? ജേക്കബ് ഡഫി. ക്രിസിൽ റിപ്പോർട്ട് അനുസരിച്ച് 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എത്ര? GDP-യുടെ 1.3%. 2025 ഏപ്രിൽ വരെ ഏറ്റവും കൂടുതൽ സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിതമായ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.